ഇടുക്കി ജില്ലയിലൂടെ കടന്നുപോകുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് ആരോപണം. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെ അടിമാലി ഇരുമ്പുപാലം മുതൽ മൂന്നാർ വരെ വലിയ മൺതിട്ടകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കരാർ കമ്പനിക്കെതിരെ പരാതി നൽകിയവരുടെ വീടിന്റെ ഭാഗങ്ങളിൽ കൂടുതൽ അപകടകരമായ രീതിയിൽ മണ്ണെടുത്തതായും പരാതി ഉയർന്നു കഴിഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ ലോകോത്തര നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. എന്നാൽ നിർമ്മാണം പൂർത്തിയാകും മുമ്പേ കരാർ കമ്പനിക്കെതിരെ ആരോപണങ്ങളും ഉയരുകയാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പലയിടങ്ങളിലും നിർമ്മാണം നടത്തിയിട്ടുള്ളതെന്നാണ് ആരോപണം. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഭാഗമായി മണ്ണെടുത്തതോടെ വശങ്ങളിൽ അപകടകരമായ രീതിയിൽ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിരുന്നു. മണ്ണിടിയാതിരിക്കാൻ മതിയായ സംരക്ഷണവും ഒരുക്കിയിട്ടില്ല. ഇതോടെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. വഴിയിലേക്ക് മതിൽ കെട്ടിവെച്ച് യാതൊരു തരത്തിലും മതിൽ ആവശ്യമില്ലാത്ത സ്ഥലത്തും മതിൽ കെട്ടിവെച്ചുകൊണ്ട് വഴി തടയുന്ന സംവിധാനം, അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് ഉള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ അതാത് പ്രദേശങ്ങളിലെ ജനങ്ങളും ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ചുകൊണ്ട് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇതുപോലെ അപകടാവസ്ഥയിലായിട്ടുള്ള ആ ഭാഗത്തെ പണികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് അവരെ സുരക്ഷിതമാക്കാനും വീടുകളടക്കം സുരക്ഷിതമാക്കാനുള്ള നടപടിയും സ്വീകരിക്കേണ്ടതാണ്. മണ്ണിടിച്ചിൽ ഉണ്ടാവില്ല എന്നായിരുന്നു കരാർ കമ്പനി നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ കഴിഞ്ഞ വേനൽ മഴയിൽ തന്നെ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. ഈ കാലവർഷത്തെ ഭീതിയോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ നോക്കിക്കാണുന്ന വിഷയത്തിൽ ദേശീയപാത അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ഹൈക്കോടതിയിൽ നിലവിൽ കേസ് നിലനിൽക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.